നമസ്കാരം. എസ് സി ആർട്ടിയുടെ പുതിയ ചാപ്റ്ററാണിത്. എസ് സി ആർട്ടിയുടെ പുതിയ പാഠപുസ്തകമാണ്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഒരു 4ാമത്തെ ചാപ്റ്ററാണിത്. ഇത് കേരള ചരിത്രത്തിൻ്റെ ഭാഗത്ത് വരുന്നൊരു ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഞാൻ രാമേശ്വരം എലമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പുതിയൊരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. ഒരു മുസ്ലിമാണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണൂലുവിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നിരുന്നത്. ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല. താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹിക ക്രമം അനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി പിൻനിരയിൽ ഇരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. രാമനാഥ ശാസ്ത്രിയും സങ്കടപ്പെട്ടു. പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതുമ്പിക്കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ മായാത്ത മുദ്രയായി. സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഇരുവരും മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ലക്ഷ്മണ ശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി. തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചെന്ന് മാത്രമല്ല, ലക്ഷ്മണശാസ്ത്രി നൽകിയ ശക്തമായ സന്ദേശത്തിൻ്റെ ചൈതന്യം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയുമുണ്ടായി. അഗ്നിച്ചിറക്. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം പരിചയപ്പെട്ടല്ലോ. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് APJ അബ്ദുൽ കലാമിൻ്റെ ഈ അനുഭവം സൂചിപ്പിക്കുന്നത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. മുൻവിധിയുടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു. കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക, അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരിക്കുക, വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ അരികുകളിലേക്കാക്കിയിരുന്നു. സാമൂഹിക നീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. അരിക്, വശം, പാർശ്വം എന്നൊക്കെയുള്ള പദങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ളതല്ലേ? എന്തെല്ലാം അർത്ഥത്തിലാണ് ഈ വാക്കുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത്? തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു. ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിനുദാഹരണമാണ്. അരികുവൽക്കരണത്തിന്റെ കാരണങ്ങൾ കണ്ടല്ലോ. ഇപ്പം പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായുണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു. ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിനുദാഹരണമാണ്. ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത്? സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ സമൂഹത്തിൽ വിവേചനം നേരിടുന്ന കുറേ വിഭാഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ എന്നിവരൊക്കെ ഈ കൂട്ടത്തിൽ പെടുന്നു. ഇതിൽ ഓരോ വിഭാഗത്തിനും അരികുവൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ വലിയ ചരിത്രമുണ്ട്. ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. തിരുവനന്തപുരം ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നറിയപ്പെടും. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെൻറ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. മഹാത്മാ അയ്യങ്കാളി.
മുകളിലത്തെ വാർത്ത ശ്രദ്ധിച്ചല്ലോ. താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യാവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയെന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരം പരിചയപ്പെട്ടല്ലോ. ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്ക് ഉണ്ടായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നതായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റ് നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ അതിന് ഉദാഹരണമാണ്. ഈ പറഞ്ഞവരുടെയൊക്കെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ എന്നിവർ. ഇനി ബോക്സിൽ 2 പേരുടെ കൊടുത്തിട്ടുണ്ട്. ജ്യോതിറാവു പൂലെ 1827 to 1890. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു പൂലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂലെ സ്ഥാപിച്ചു. അപ്പോൾ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ജ്യോതിറാവു പൂലെ. അപ്പം ഇത് PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരെന്ന് SCERTയിൽ വന്നതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതൊന്നാണ്. അപ്പോൾ ജ്യോതിറാവു പൂലെ എന്ന വ്യക്തിയാണ് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. സാവിത്രിബായി പൂലെ പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി പൂലെ. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിബായി പൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്ന വ്യക്തിയായിരുന്നു സാവിത്രിബായി പൂലെ. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റി സാവിത്രിബായി പൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അടുത്തൊരു വ്യക്തിയാണ് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ. പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ 1879 മുതൽ 1973 വരെ സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമരനായകരിൽ ഒരാളുമാണ്. സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹിക വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയാർ. ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികുവൽക്കരണം നേരിടേണ്ടി വരുന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്രജനത. പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീനകാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. ഗോത്രജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളെക്കാൾ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണാധികാരം ഉണ്ടായിരുന്ന ഗോത്രജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത്. സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു. എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരാണ് ഗോത്രജനത. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരുണ്ട്. വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്കുണ്ട്. ഗോത്ര ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണിത്. പെറേ, തുടി, ടിപ്പണി, ദവിൽ തുടങ്ങി സ്വന്തം ഭൂമിയിന്മേലുള്ള ഇവരുടെ അവകാശം, വിദ്യാഭ്യാസ അവസരങ്ങൾ, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഇവിടെ ബോക്സിൽ 2-3 വ്യക്തികളെ പറ്റി കൊടുത്തിട്ടുണ്ട്. ആദ്യം വെറിയർ എൽവിൻ. ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് വെറിയർ എൽവിൻ. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു വെറിയർ എൽവിൻ. അടുത്ത ഡോക്ടർ A. അയ്യപ്പൻ. തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടിയിൽ 1905 ഫെബ്രുവരി 5 അയ്യപ്പൻ്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ A. അയ്യപ്പൻ. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മലിനോവ്സ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിയുടെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഡോക്ടർ A. അയ്യപ്പൻ.
അടുത്തത് നഞ്ചിയമ്മ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഗോത്രവിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെയാളാണ് നഞ്ചിയമ്മ. കളക്കാത്ത സന്തനമേറെ വികുവി വോക പൂത്തിർക്കെ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മ ഏറ്റുവാങ്ങിയത്. ഈ പാട്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അയ്യപ്പനും കോശിയിലെത്തി കളക്കാത്ത സന്തനമേറെ. അപ്പോൾ ആ പാട്ടിനാണ് നഞ്ചിയമ്മയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. അങ്ങനെ ഗോത്രവിഭാഗങ്ങളെ മുൻനിരയിലെത്തിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ക്ഷേമ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഗോത്രവർഗ്ഗക്കാരുടെ ഉപകരണങ്ങളാണ്. പെറേ, തുടി, നാട്ടിപ്പണി, ദവിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ഗോത്രവർഗ്ഗക്കാരുടെ വാദ്യോപകരണങ്ങളാണ്. പിന്നെ നടലിനാണ് നാട്ടിപ്പണി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലിംഗപദവിയുമായി ബന്ധപ്പെട്ട് അരികുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ. താഴെ കൊടുത്തിരിക്കുന്ന അനുഭവക്കുറിപ്പ് വായിക്കും. അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല. സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമാണെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത്. ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. വടക്കേ മലബാറിൽ പല ഭാഗത്തും ഞങ്ങൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട്. മുക്കത്ത് നാടകം കളിക്കുമ്പോഴാണ് എനിക്ക് കല്ലേറി കിട്ടുന്നത്. നാടകത്തിൻ്റെ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുന്നേ ഒരു കല്ല് വന്ന് എൻ്റെ മുഖത്ത് പതിച്ചു. ഞാൻ പതറിയില്ല. എൻ്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ഡയലോഗ് പോലും തെറ്റുകയോ മറക്കുകയോ ചെയ്യാതെ നാടകം പൂർത്തിയാക്കി. മഞ്ചേരിയിൽ മേലാക്കത്ത് നാടകം കളിക്കുമ്പോൾ വേദിയിൽ വെച്ച് തന്നെ എന്നെ വധിക്കുവാനുള്ള ശ്രമം നടന്നു. ഒരു അഭിനേതാവിനും ഇത്തരം അനുഭവം ഉണ്ടാകാനിടയില്ല. നാടകം ഏതാണ്ട് പകുതി എത്തിയപ്പോൾ എൻ്റെ തല ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഡയലോഗ് പറഞ്ഞു. തല തിരിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ തലയിൽ കയറിയില്ല. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികളൊന്നും ഞങ്ങളെ തളർത്തിയില്ല. അങ്ങനെയൊന്നും ആയിഷയെ തോൽപ്പിക്കാൻ കഴിയില്ല. കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പിൽ നിന്നുള്ള ഭാഗമാണിത്. അവർക്ക് എന്തെല്ലാം വെല്ലുവിളികളാണ് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നത്? കാരണമിത്. സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല, സമൂഹത്തിന്റെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യാവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. കലാമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും അത് പൂർണ്ണമായും മാറിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്ന് സ്ത്രീകൾ സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന ചൂഷണത്തിനെ കുറിച്ചൊക്കെ നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ചൂഷണം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സമൂഹത്തിൻ്റെ അവസ്ഥ നിന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ. അടുത്ത് നോക്കാം, പണ്ഡിത രമാബായി. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിയാണ് പണ്ഡിത രമാബായി. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പണ്ഡിത രമാബായി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിയാണ് പണ്ഡിത രമാബായി. ഇവിടെ കുറച്ച് വേറെയും കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ഡോക്ടർ പുന്നൻ ലൂക്കോസ്. അപ്പോൾ ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതുകൊണ്ട് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBS ബിരുദം കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യ വനിതയാണ്. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ഡോക്ടർ പുന്നൻ ലൂക്കോസ്. EK ജാനകി അമ്മാൾ. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് EK ജാനകി അമ്മാൾ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലാണ്. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. EK ജാനകി അമ്മാൾ. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് EK ജാനകി അമ്മാൾ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലായിരുന്നു. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട്.
സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനനസമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ന്യൂനപക്ഷം മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ന്യൂനപക്ഷം. അപ്പോൾ ട്രാൻസ്ജെൻഡർ ന്യൂനപക്ഷം മൈനോറിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് മൈനോറിറ്റി അഥവാ ന്യൂനപക്ഷം. ഈ ചിത്രം നിരീക്ഷിക്കൂ. നമുക്ക് ചുറ്റുമുള്ള ലോകം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്തമാകുന്നുണ്ടോ? ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇച്ഛാശക്തിയുടെ വിജയം. തിരുവനന്തപുരം. ഇരുട്ടു പടർന്ന ജീവിതത്തെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിട്ട് ക്ലാസ് മുറിയിൽ വെളിച്ചം പരത്തുകയാണ് ഹുസ്നയും ഫെബിനും. ചക്രക്കസേര ഒരു പരിമിതിയല്ലെന്ന് തെളിയിച്ച് ഷേക്സ്പിയറിനെയും ഷെല്ലിയെയും ഒക്കെ മനോഹരമായി പകർന്നു കൊടുക്കുകയാണ് തിരുവനന്തപുരത്തുകാരിയായ ശാരദാദേവി. ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിത വിജയം കൈവരിച്ച ഈ 3 അധ്യാപകരും ഭിന്നശേഷിക്കാർക്ക് മാതൃകയായിരിക്കുന്നു. അപൂർവ രോഗം ബാധിച്ച് ചക്രക്കസേരയുടെ സഹായമില്ലാതെ ചലിക്കാനാകാത്ത ശാരദാദേവി പഠനത്തിൽ എന്നും മുൻനിരയിലായിരുന്നു. ഫെബിൻ മറിയൻ ജോസിനെ 17-ാം വയസ്സിലാണ് കാഴ്ച നഷ്ടമായത്. കാഴ്ചയില്ലായ്മ ജീവിത നേട്ടം കൈവരിക്കാൻ തടസ്സമല്ലെന്ന് തെളിയിച്ച ഹെലൻ കെല്ലറാണ് ഫെബിൻ്റെ ഹീറോ. നെടുമങ്ങാട് അഴീക്കോട് സ്വദേശിയായി ഹുസ്നയ്ക്ക് 11 വയസ്സുവരെ കാഴ്ചയുണ്ടായിരുന്നു. കുടുംബത്തിൻ്റെ പിന്തുണയോടെയാണ് പഠനത്തിൽ മിടുക്കികളായ മൂവരും പരിമിതികൾ മറികടന്ന് സർക്കാർ കോളേജുകളിൽ അധ്യാപകരായി സർവീസിൽ പ്രവേശിച്ചത്. ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ച ജീവിത വിജയം നേടിയ 3 വ്യക്തികളെ സംബന്ധിച്ച വാർത്തയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിൽ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ. പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗം ഭിന്നശേഷികൾക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത തരത്തിലാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗം, ന്യൂനപക്ഷം എന്നിവർക്ക് പുറമെ ഭിന്നശേഷി വിഭാഗം എന്നൊരു വിഭാഗം കൂടി അരികുവൽക്കരണത്തിന് ഇരയാവുന്നതാണ് പറയുന്നത്. ശാരീരിക ക്ഷമതയുള്ളവർക്ക് അനുകൂലവും പ്രാപ്യവുമായ രീതിയിലാണ് പൊതുവെ കെട്ടിടങ്ങൾ, സഞ്ചാരമാർഗ്ഗങ്ങൾ, പുസ്തകങ്ങൾ തുടങ്ങിയവയ്ക്ക് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം ഇടങ്ങളിൽ പലതരം ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും? ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിന് നിയമങ്ങൾ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 വന്നത്. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്തുന്ന നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം. പാരാലിമ്പിക്സ്. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് 1948 ആരംഭിച്ചത്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ധാരാളം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് 2016. പിന്നെ ഒളിമ്പിക്സിന് പോലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള മത്സരം ഇനമാണ്, ഭിന്നശേഷിക്ക് വേണ്ടി മത്സരമാണ് പാരാലിമ്പിക്സ്. ഇത് 1948 ആരംഭിച്ചത്. ഇനി വിവേചനം തടയാൻ ഭരണഘടന. ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയാണ്. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. അനുച്ഛേദം 14 ഇത് പറയുന്നത്. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ചസ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അത് അനുച്ഛേദം 15 അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്നത് അനുച്ഛേദം 14 മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ചസ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്നത് അനുച്ഛേദം 15 പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത് എന്നിവിടെ ചോദിക്കുന്നുണ്ട്. വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു, സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു, സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു. ഇതൊക്കെയാണ് ഭരണഘടനാ വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിക്കാനുള്ള കാരണങ്ങൾ. വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിക്ക് പുരോഗതിക്ക് കാരണമാകുന്നു. വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു, സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു, സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു. അടുത്തത് പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾ, പരിസ്ഥിതി, രാഷ്ട്രീയ, സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നത്. പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾ, പരിസ്ഥിതി, രാഷ്ട്രീയ, സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നത്. സമൂഹത്തിന്റെ വളർച്ചയ്ക്കും തുല്യനീതിയിലുള്ള ജനാധിപത്യ സമൂഹത്തിന്റെ നിലനിൽപ്പിലും എല്ലാവരെയും പരിഗണിക്കുന്ന സാമൂഹിക വ്യവസ്ഥ അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹിക ഘടകങ്ങളെ കണ്ടെത്തുക.
തുല്യതയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ നയങ്ങൾ, വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ, എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കൽ, തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ എന്നിവയ്ക്ക് സ്വീകരിക്കുന്നത് എല്ലാവരെയും പഠിക്കുന്ന സമൂഹത്തിലേക്ക് നയിക്കും. അടുത്തത്, ജനാധിപത്യ ക്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിയാൽ മാത്രമേ അരികുവൽക്കരണം ചെറുക്കപ്പെടുകയും തുല്യനീതി പ്രാപ്യമാവുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അരികുവൽക്കരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ കുറച്ച് ആൾക്കാരുടെ പേര് ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 പിന്നെ ട്രാൻസ്ജെൻഡർ, പിന്നെ ഇവിടെ പറയുന്നത് വിഭാഗങ്ങൾ ഡോക്ടർ പുന്നൻ ലൂക്കോസ്, CK ജാനകി അമ്മാൾ, പണ്ഡിത രമാബായി, നിലമ്പൂർ ആയിഷ, പിന്നെ നഞ്ചിയമ്മ, ഡോക്ടർ A അയ്യപ്പൻ, ബെറിയർ എൽവിൻ, പെരിയർ EV രാമസ്വാമി നായ്ക്കർ, സാവിത്രിബായി പൂലെ, ജ്യോതിറാവ് പൂലെ. പിന്നെ ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് വ്യക്തികൾ: ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയ വ്യക്തികൾ. അവരൊക്കെ കുറിച്ച് പറഞ്ഞത് ഇതിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. അയ്യങ്കാളി അങ്ങനെ പറഞ്ഞ വ്യക്തികളെയൊക്കെ കുറിച്ചിട്ട് നോക്കുക. ബോക്സിലാക്കി കൊടുത്ത വ്യക്തികളെ ഈ ബോക്സിൽ നിന്നൊക്കെ സാധാരണ ചോദ്യം ചോദിക്കാം, PSC ചോദിക്കാം. അപ്പോൾ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ PDF ഒന്ന് വായിച്ച് നോക്കുകയും ചെയ്യുക. ഇതിൻ്റെ PDF എൻ്റെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പം ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. പുതിയ SCERT ബുക്കിൽ ഈ ചാപ്റ്റർ മാത്രമാണ് ഇപ്പോൾ കേരള ചരിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്, 10th പ്രിലിംസിന് വരുന്ന ഭാഗം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക് യു.